ശ്രീ പി പ്രസാദ് 9 മിനിറ്റ്. സർ, ഈ നന്ദി പ്രമേയത്തെ ഞാൻ എതിർക്കുന്നു. ഇവിടെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രീ വിൻസെൻറ്റും ആ പ്രസംഗത്തിനകത്തെ സാമൂഹ്യനീതിയോടുകൂടിയ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചും പാരിസ്ഥിതിക ഉത്തരവാദിത്വത്തോടുകൂടിയ ആധുനിക അടിസ്ഥാന സൗകര്യത്തെക്കുറിച്ചുമെല്ലാം പറയുകയുണ്ടായി. ആ നയപ്രഖ്യാപനം ആ കാര്യത്തിലൊന്നും ഗൗരവതരമായ ഒരു സമീപനവും സ്വീകരിക്കുന്നില്ല എന്നുള്ളതും ഈ നന്ദി പ്രമേയത്തെ എതിർക്കുന്നതിൻ്റെ കാരണമാണ്. കേരളം സാമൂഹ്യ പുരോഗതിയുടെ പാതയിലൂടെ സഞ്ചരിച്ച വലിയ ചരിത്രമുള്ള ഒരു നാടാണ്. വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും പൊതുവിതരണത്തിലുമെല്ലാം വലിയ മുന്നേറ്റം, രാജ്യത്തിന് തന്നെ മാതൃകയാക്കാൻ കഴിയുന്ന നേട്ടങ്ങളും ആർജിച്ചെടുത്ത ഒരു നാടിൻ്റെ പേരാണ് നമ്മുടെ കേരളം എന്നുള്ളത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ ഹനിക്കുന്ന യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സമീപനം ശക്തിപ്പെടുന്നതായിട്ടാണ് നമ്മളെല്ലാം കാണുന്നത്, നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ സാമ്പത്തിക അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നു. ഒരു സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പിൻ്റെ അവകാശങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നു. അർഹമായ ധനവിഹിതങ്ങൾ തടയുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാനത്തിൻ്റെ അഭിപ്രായങ്ങൾക്ക് വേണ്ടത്ര യാതൊരു പരിഗണനയും ലഭിക്കുന്നില്ല. അത്തരമെല്ലാമുള്ള സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് ഭരണഘടനാ പദവിയിലുള്ളവരുടെ ഉത്തരവാദിത്തമാണ്. ഭരണഘടനാ പദവിയിലുള്ളവർ മൗനം പാലിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ആശങ്കാജനകമായ കാര്യമാണ്. സർ, ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ആവശ്യപ്പെടാത്ത നയപ്രഖ്യാപനം എങ്ങനെയാണ് കേരളത്തിൻ്റെ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുന്ന നയപ്രഖ്യാപനം ആയിത്തീരുന്നത്? ഈ സഭയെ രൂപീകരിച്ചത് കേരളത്തിലെ ജനങ്ങളാണ്. അതിനാൽ ജനങ്ങളുടെ പരമാധികാരത്തെ ബഹുമാനിക്കേണ്ടുന്ന ഉത്തരവാദിത്വം എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കുമുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ ശബ്ദം ഉയർത്തേണ്ടുന്ന ഭരണഘടനാ സംവിധാനങ്ങൾ മൗനം പാലിക്കുമ്പോൾ അതിന് പിന്തുണ കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് ആവുകയില്ല എന്നുകൂടി അറിയിക്കുന്നു. സർ, മൗനം ചിലപ്പോൾ ഒരു മര്യാദയുടെ കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അനീതിയുടെ മുന്നിലെ മൗനം ഒരു കൂട്ടുനിൽക്കലാണ്. ആ കൂട്ടുനിൽക്കലിന് ഞങ്ങളെക്കൊണ്ട് കഴിയുകയില്ല എന്നതാണ് ഞങ്ങൾ ഈ നന്ദി പ്രമേയത്തെ എതിർക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇവിടെ 100-ൻ്റെയും 102-ൻ്റെയും എല്ലാം കണക്കുകൾ പറയുന്നുണ്ടായിരുന്നു. വിജയമുണ്ടായി, നല്ല വിജയമുണ്ടായി UDF-ന്, ഞങ്ങൾ അഭിനന്ദിക്കുന്നു. എന്നാൽ അതൊരു കൗരവസഭയായി തീരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സർ, ഇവിടെ ശ്രീ TV ഇബ്രാഹിം പറഞ്ഞു, പി ഭാസ്കരൻ്റെ ഏറ്റവും പ്രമുഖമായ വയലാർ ഗർജിക്കുന്നതിനെ സൂചിപ്പിക്കുകയുണ്ടായി. അതുതന്നെ ഞങ്ങൾക്കും പറയാനുള്ളൂ. ഉയരിഞ്ഞാൻ നാടാകെ പടരിഞ്ഞാൻ ഒരു പുത്തൻ ഉയർനാടിനെകിക്കൊണ്ട് ഉയരും വീണ്ടും എന്ന് ആ കവിതയിൽ പറയുന്നുണ്ട് എന്ന കാര്യം ശ്രീ TV ഇബ്രാഹിം ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അതുതന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ വീണ്ടും ഉയരുക തന്നെ ചെയ്യും എന്നുള്ളത്. വയലാറിൻ്റെ മണ്ണ് ഇടതുപക്ഷത്തെ ഏറ്റവും കരുത്തിട്ടുണ്ട്. ഞാൻ ആ മണ്ണിൽ നിന്നാണ്. ഐതിഹാസികമായ വയലാർ സമരത്തിൻ്റെ ഹൃദയഭൂമികയെ പ്രതിനിധീകരിക്കാൻ, ഈ സഭയിൽ പ്രതികരിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ വയലാറിൻ്റെ മണ്ണ് എല്ലാം ഒലിച്ചുപോയി എന്നെല്ലാം അദ്ദേഹത്തിന് ആരോ പറഞ്ഞത് അവതരിപ്പിച്ചത് ഈ സഭയിൽ നന്നായില്ല എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. സർ, കേരളം എന്നതൊരു ചെറിയ ഒരു ഭൂപ്രദേശത്തിൻ്റെ കേവലമായൊരു പേര് മാത്രമല്ല എന്ന് നമുക്കറിയാം. നവോത്ഥാനത്തിൻ്റെ അഗ്നിയിൽ ഊതി കാച്ചിയെടുത്ത മണ്ണാണ് നമ്മളുടെ കേരളത്തിൻ്റെ മണ്ണ്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ജ്വാലയിൽ പ്രകാശിച്ച മണ്ണാണ് നമ്മുടെ കേരളത്തിൻ്റെ മണ്ണ്. തൊഴിലാളിയുടെയും കർഷകൻ്റെയും ഉജ്ജ്വലമായ സമരത്തിൻ്റെ വിയർപ്പുകൾ കുതിർന്ന മണ്ണാണ് ഈ കേരളത്തിൻ്റെ മണ്ണ്. ഈ നാടിനെ നിർമ്മിച്ചത് ഏതെങ്കിലും അധികാരത്തിൻ്റെ അരമനകളല്ല എന്നും ആശയങ്ങളുടെ പോരാട്ടങ്ങളാണെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ നാടിനെ ഒന്നും ഉയർത്തുന്നതെങ്കിലും അനുഗ്രഹങ്ങളല്ല, അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളാണ്. അവകാശങ്ങൾ നേടിയെടുക്കാനുള്ളതാണ്, യാചിക്കാനുള്ളതുമല്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ കാര്യങ്ങളൊന്നും ഇതിനകത്തുണ്ടാവുന്നില്ല എന്നുള്ളത്. സാർ, നമ്മുടെ മതനിരപേക്ഷത ഈ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന ഒന്നല്ലേ? ആ മതനിരപേക്ഷതയെ തകർക്കാനുള്ള ബോധപൂർവമായ നീക്കമുണ്ടായി. ഇവിടെ ശ്രീ KN ബാലഗോപാൽ നേരെ സൂചിപ്പിച്ചു വന്ദേ മാതരം ആലപിക്കുന്നതിനെക്കുറിച്ച്. എല്ലാം മുഴുവനായും സത്യപ്രതിജ്ഞാവേദിയിൽ മുഴങ്ങിയത് ചില അജണ്ടകളുടെ ഭാഗമായിട്ടായിരുന്നു, ചില സ്വാധീനങ്ങളുടെ ഭാഗമായിട്ടാണ്. അത് ഈ നിയമസഭയിൽ ആവർത്തിക്കാത്തതിൻ്റെ കാരണം ഞങ്ങൾ കൂടിയാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ എതിർത്തത് കൊണ്ടാണ് RSSൻ്റെ ഭാരതാംബയെ ഇവിടേക്ക് കെട്ടിയെഴുന്നള്ളിക്കാതിരിക്കുന്നത് എന്നുകൂടി നാം ആലോചിക്കേണ്ടതുണ്ട്. വികലമാക്കപ്പെട്ട ഭരണഘടന പശ്ചാത്തലത്തിൽ കാവ്യപതാകയുമായി നിൽക്കുന്ന ഭാരതാംബയെ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിലവിളക്ക് കൊടുത്ത ശീലം ഞങ്ങൾക്കില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയ നിലപാടായി അത് മാറി. സാർ, ലോക് ഭവൻ ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യുന്ന ഒന്നായി മാറിത്തീരരുതെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹമാണ് ഞങ്ങളെല്ലാം ഭരിക്കുന്നത് എന്നുകൂടി പറയട്ടെ. സാർ, എൻ്റെ പാർട്ടി
ഗവർണർ പദവി അനാവശ്യമായ ഒന്നാണെന്ന അഭിപ്രായക്കാരാണ്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടാത്ത ഒരു പദവി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിക്ക് മുകളിൽ നിഴൽ വീഴ്ത്താൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാൻ കഴിയുകയില്ല നിലപാടാണ് എൻ്റെ പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ചും ആ കാര്യങ്ങളിൽ ഒരു കരുതലോടുകൂടിയുള്ള സമീപനം അത്യന്താപേക്ഷിതമാണ് എന്ന് പറയട്ടെ. യൂണിയൻ ഗവൺമെൻറ്റുമായി സമീപനം എങ്ങനെയാണ്? ഞാൻ വേറെ ആരെയും ഒന്നും ഇല്ലല്ല. ബഹുമാനായ മുഖ്യമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രിക്ക് അദ്ദേഹം കഥകളി രൂപമൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാൻ അതിനെ ആ അർത്ഥത്തിൽ കണക്കാക്കുകയല്ല. പക്ഷേ എന്നാൽ അവിചാരിതമായിട്ടായിരിക്കാം അത് പച്ചയും ആ മുദ്രയുമെല്ലാം കൂടി കാണുമ്പോൾ നയപ്രഖ്യാപനത്തിൽ അക്കാര്യത്തിൽ ഗൗരവ ഇടപെടലും ഇല്ലാതിരിക്കുമ്പോൾ സംശയങ്ങൾ ഉയർന്നു പൊന്താനുള്ള സാധ്യതയുണ്ട്. നാളുകളിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞു. എന്നാൽ ഇവിടെ കാതലായ ചില പ്രശ്നങ്ങൾ ഇതിനകത്തെല്ലാം ഉണ്ടാകുന്നുണ്ട്. അതിലൊന്ന് നമ്മുടെ തീരമേഖലയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. സർ, ബ്ലൂ എക്കണോമിയെ കുറിച്ച് ഇക്കാര്യം പറയുന്നുണ്ട്. ബ്ലൂ എക്കണോമി നയം നടപ്പിലാക്കുക വഴി തീരദേശത്ത് വലിയ പരിവർത്തനങ്ങൾക്കാണ് വഴി തുറക്കാൻ പോകുന്നത്, വിധേയമാകാൻ പോകുന്നത്. തുറമുഖങ്ങളുടെ വർധന, തീരമേഖലയിൽ ഉണ്ടാകുന്ന അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതെല്ലാം കടലാക്രമണം രൂക്ഷമാക്കുന്നതിനും തീരം തന്നെ ഇല്ലാതാക്കുന്നതിനും തീരദേശ ജനതയെ ഒഴിപ്പിക്കുന്നതിനും മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് തീരദേശ ജനത പാർശ്വവൽക്കരിക്കപ്പെടും എന്നുള്ളതുകൊണ്ട് ബഹുരാഷ്ട്ര കമ്പനികൾക്കും കോർപ്പറേറ്റുകൾക്കുമായി തീരേണ്ട സമീപനം ഈ ഗവൺമെൻറ് ഭാഗത്തുണ്ടാവാൻ പാടില്ല എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. സർ, ഇവിടെ കടലിൽ തന്നെയുള്ള മത്സ്യകൃഷിയെക്കുറിച്ചെല്ലാം ഈ ബ്ലൂ എക്കണോമിയിൽ പറയുന്നുണ്ട്. 95-ൽ ബഹുരാഷ്ട്ര കമ്പനികളുടെ കടന്നുകയറ്റം മൂലം ചെമ്മീൻ കൃഷിക്കുണ്ടായ പ്രതിസന്ധി നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. അതേപോലെ തന്നെയാണ് ലോകത്തെ എല്ലാ കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. യൂറോപ്പിൽ ഈ സാൽമൺ മത്സ്യത്തിൻ്റെ കൃഷി മൂലം, കൂട് കൃഷി മൂലം എങ്ങനെയാണ് ദുരന്തമുണ്ടായതെന്നുള്ള പാഠങ്ങൾ കൂടി നമ്മൾ പഠിക്കണം. അതെല്ലാം എന്തുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ വന്ന് നമ്മളിവിടേക്ക് വരുമ്പോൾ കൃത്യമായ ധാരണകളും ബോധ്യവുമില്ലാതെ നമ്മുടെ തീരത്തെ തീരെഴുതരുത് എന്നാണ് വിനയപൂർവ്വം അപേക്ഷിക്കാനുള്ളത്. ചില നിയമങ്ങളൊക്കെ മാറ്റുന്നതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതിലൊന്ന് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൻ്റെ പരിഷ്കാരത്തെക്കുറിച്ചെല്ലാം ആണ്. വയലുകൾക്ക് വധശിക്ഷ വിധിക്കാനുള്ളൊരു ഗൂഢമായ നീക്കം അതിൻ്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സർ, നെഹ്റുവിനെ ഉദ്ധരിക്കുന്നുണ്ട്. അത് എപ്പോഴും പറയാറുണ്ടായിരുന്നു, ഏത് കാര്യമുണ്ടെങ്കിലും നിങ്ങൾ സൂര്യന് നേരെ പിടിക്കൂ, എന്നിട്ട് ചോദിക്കൂ ഹു ആർ ദ റിയൽ ബെനിഫിഷ്യറീസ് എന്ന്. ആരാണ് സാർ ഇതിൻ്റെ റിയൽ ബെനിഫിഷ്യറീസ്? 2008-ലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം, അതിനകത്ത് മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ കുറേ നാളുകളായി നടക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് സംശയം സ്വാഭാവികമായി ഉണ്ടാവുന്നു. ഈ പ്രഖ്യാപനത്തിൻ്റെ പിന്നിലുള്ള റിയൽ ബെനിഫിഷ്യറീസ് ആരാണെന്ന് ഗൗരവതരമായി നമ്മൾ നോക്കേണ്ടതല്ലേ? ഒരു വയൽ നികത്തുന്നത് മണ്ണ് മൂടുന്നതല്ല എന്നും ഭാവിയുടെ അന്നപാത്രം മൂടുന്നതാണ് എന്നും ഇവിടെ ആരോടും പറയേണ്ടതില്ല. ഒരു കാലത്ത് കേരളത്തിൻ്റെ ഹരിത MLA ആയി ഈ കേരളത്തിൽ നിന്ന ആളാണ് ഇന്ന് കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി എന്നുള്ളതുകൊണ്ട് ഈ കാര്യം ഗൗരവതരമായി കണക്കാക്കും എന്നാണ് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. എന്നാൽ അതൊന്നും ഇതിനകത്തെ കാണുന്നില്ല എന്നുകൂടി പറയേണ്ടതുണ്ട്. വിവര സാങ്കേതിക വിദ്യയെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറയുന്നുണ്ടല്ലോ. നമ്മൾ ഇതിനകത്തെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിസ്മരിക്കാൻ പാടില്ലാത്തതാണ്. ലിയോ 14 മാർപ്പാപ്പയുടെ ആദ്യത്തെ ചാക്രിക ലേഖനം കഴിഞ്ഞ ആഴ്ചയാണ് പുറത്തു വന്നത്. മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് എന്ന് പറയുന്ന മഹത്തായ മാനവികത എന്ന അദ്ദേഹത്തിൻ്റെ ചാക്രിക ലേഖനത്തിന് വലിയ പ്രാധാന്യവും പ്രത്യേകതയും എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇത് അതീവമായ പ്രാധാന്യമുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച പുറത്തു വന്ന അതിനകത്ത് മനുഷ്യൻ്റെ മാന്യതയെക്കുറിച്ച്, തൊഴിലിൻ്റെ മഹത്വത്തെക്കുറിച്ച്, പൊതുനന്മയെക്കുറിച്ച്, അധികാരത്തിൻ്റെ കേന്ദ്രീകരണത്തെക്കുറിച്ചെല്ലാം മാർപ്പാപ്പ സവിസ്തരമായി പ്രതിപാദിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ബുദ്ധിയെയും സ്വകാര്യതയെയും വികാരങ്ങളെയും വരെ അൽഗോരിതങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങുന്നതിനെ മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സാങ്കേതികവിദ്യ ഒരിക്കലും നിഷ്പക്ഷമല്ല എന്നും അത് രൂപപ്പെടുത്തുകയും ധനസഹായം നൽകുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവരുടെ സ്വഭാവ സവിശേഷതകൾ സ്വീകരിക്കൂ എന്നുള്ളതും മനുഷ്യനെ ഉപയോഗിക്കാനും ചൂഷണം ചെയ്യാനുള്ള വിഭവമായി കണക്കാക്കരുതെന്നും പറയുന്നിടത്ത്, ആ മുന്നറിയിപ്പുകൾ കൊടുക്കുന്നിടത്ത് നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ IT വിഭാഗത്തിൻ്റെ പേരുകൾ മാറ്റുന്നതിനപ്പുറത്തേക്ക് ഒരു വലിയ രാഷ്ട്രീയത്തിൻ്റെ ഗൗരവം കൂടി ഉൾക്കൊണ്ടേണ്ടതായിട്ടുണ്ട്. ഒരു പേര് മാറ്റൽ കൊണ്ട് മാത്രമായി ഈ കാര്യങ്ങൾ മാറാൻ പാടില്ല എന്നാണ് പറയാനുള്ളത്. സർ, ഇവിടെ സയന്റിഫിക് ടമ്പറിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. വിദ്യാർത്ഥികളിൽ സയന്റിഫിക് ടമ്പർ വളർത്തും എന്ന്. 13-ാം നമ്പർ കാർ എടുക്കാൻ, സർ ഞാൻ പെട്ടെന്ന് നിർത്തിയേക്കാം, 13-ാം നമ്പർ കാർ എടുക്കാൻ ഒരാൾ പോലും ഈ സയന്റിഫിക് ടമ്പർ പറയുന്നിടത്ത് ഉണ്ടായില്ല എന്നുള്ളത് അങ്ങേയറ്റം മോശപ്പെട്ടൊരു കാര്യമാണ്. ഒരു കാലത്ത് ജവഹർലാൽ നെഹ്റു തന്നെ ചത്തകുതിര എന്ന് വിശേഷിപ്പിച്ച മുസ്ലിം ലീഗ് അതിന് ആദരണീയനായ CH അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിന് വിശദാംശങ്ങളിലേക്ക് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് കടക്കുകയല്ല. ആ മുസ്ലിം ലീഗിലെ KM ഷാജി ഉണ്ടായിരുന്നില്ല എങ്കിൽ ആ കാർ എടുക്കാൻ പോലും ആരും ഉണ്ടാകുമായില്ല. സാർ, എന്താണ് സയന്റിഫിക് ടമ്പർ? എന്താണ് അതിനെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്? സയന്റിഫിക് ടമ്പർ ഈസ് എ വേ ഓഫ് ലൈഫ്, a process of thinking, a method of acting and associating with our fellow men. ഇതാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തലിനകത്ത് സയന്റിഫിക് ടമ്പറിനെ കുറിച്ച് പറഞ്ഞത്. വിദ്യാർത്ഥികൾ കൊടുക്കുമ്പോഴേക്ക് ആ സയന്റിഫിക് ടമ്പർ എല്ലാ പ്രവർത്തനങ്ങളും. സർ, ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അത് കാർഷിക മേഖലയെക്കുറിച്ച് ഒരു കാര്യമാണ്. എല്ലാം നമ്മുടെ കാർഷിക മേഖലയിൽ കഴിഞ്ഞ 40 കൊല്ലത്തിനിടയിൽ നടപ്പിലാക്കിയ ഏറ്റവും വലിയ പദ്ധതിയാണ്
2500 കോടിയോളം രൂപയുടെ കേര പദ്ധതി എന്നുള്ളത് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഗവൺമെന്റിൽ മന്ത്രിയായപ്പോൾ എനിക്ക് കൂടി ഒരു അവസരം ഉണ്ടായി, ഭാഗ്യമുണ്ടായി എന്ന് ഞാൻ നമുക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മുടെ കാർഷിക മേഖലയിൽ വന്യജീവി മനുഷ്യ സംഘർഷം, ആ വാക്കുകൾ നമ്മൾ പ്രയോഗിക്കേണ്ടതാണ്. വന്യജീവി സംഘർഷമാണോ, വന്യജീവി അക്രമമല്ലേ? ഇത്തരം കാര്യങ്ങളിൽ ഗൗരവതരമായ നിലപാട് സ്വീകരിക്കാത്ത ഒരു നയപ്രഖ്യാപനത്തെയും അതിന് നന്ദി പ്രമേയത്തെയും എങ്ങനെയാണ് സാർ അനുകൂലിക്കാൻ കഴിയുക? അതുകൊണ്ട് ഞാൻ ഈ നന്ദി പ്രമേയത്തെ ശക്തിയുക്തം എതിർക്കുന്നു.